വായിച്ചോണ്ട് കണ്ട വല്ല പണിക്കും പോടാ. ബാബുയുടെ കടയിൽ ചായ ഇല്ലല്ലോ. രാവിലെ ഓടാൻ പോകുന്നത് തന്നെ അറിയാം. നല്ല ഫുഡ് അടിക്കാനാ പോകുന്ന ആശാൻ. അവനോട് കയറി വന്നപ്പോ അവന്റെ കഴുത്തിന് താഴെയുണ്ടായിരുന്ന ടിഷ്യൂടെ പാൻ, അതുപോലെ അവന്റെ ഇടത്തെ കയ്യിലുണ്ടായിരുന്ന കറിയുടെ പാൻ, കയ്യിൽ ആ കറിയുടെ മണം ഉണ്ടാവും. ബാബുവേട്ടന്റെ കടയാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായേ? വരുത്. ഈ വീട് വേറെ ആർക്കാൻ കൊടുത്താൽ നല്ല വാടക കിട്ടിയത്. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. നാളെ ഈവനിങ് എന്താ പ്ലാൻ? എന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാവും? വ്യക്തമായ പ്ലാനിങ്ങോട് നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്കാണ്. അല്ല, ഗൂഗിൾ മാപ്പ് പറയുന്നത് നേരെന്നാ. അല്ലെന്ന് ഇങ്ങോട്ടേക്കാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. ഇങ്ങോട്ടേക്കാണ്, എനിക്ക് ഉറപ്പാ. എന്നാ വാ. ഇതാണോ വീട്? ഇവിടെ പറഞ്ഞ ഇത് തന്നെ ഉണ്ട്. ലൈറ്റൊക്കെ ഇട്ടു. ഈ വാതി മുട്ടിയ ജീവ വേറെ കഥയും മുട്ടിച്ചില്ല. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നാണ് അബിടാ ആരെ കഥയും മുട്ടിച്ച് പോണേ. നിങ്ങളാരാ? എവിടുന്ന് വരുന്നേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എന്നോട് ആരും ചോദിക്കുന്നോ? എന്തെന്ന് ഇന്റെ പറയാ നീ ഏതാ ഇനി? എടാ ഇത് മറ്റേതട പ്രാങ്കടാ, നമ്മൾ ഇൻസ്റ്റേക്കാണ് ഇനി വല്ലാതെ കണ്ടിക്കടാ. അതന്നെ നമ്മളിതെല്ലാം കൊറേ കണ്ടതാട്ടാ. താൻ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഇത് ഇവളുടെ തറവാടാ. അതിന് വല്ല തെളിവുണ്ടോ? തെളിവൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരാടാ? ചേച്ചി അത് ആരാടാ നിന്റെ ചേച്ചി? അല്ല ചേച്ചി അതല്ല, ഞങ്ങള് വാടകയ്ക്കുന്ന വീടായിരുന്നു. നിങ്ങൾക്ക് ഇതാരാ വാടകയ്ക്ക് വന്നേ? ശരിയല്ല അങ്ങനെ ചോദിക്കട്ടെ കേട്ടാ. രാവിലെ തുടങ്ങി. നിങ്ങളൊക്കെ ആരാ? ഇത് എന്റെ വീടാ. എന്റെ വീടാ? ഇത് എന്റെ വീടാ. നിങ്ങളാരാ? ഇത് നിന്റെ തറവാടാണെങ്കിൽ നിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ രാജീവന്റെ മോളാ. ഏത് രാജീവൻ? ചേട്ടച്ഛന്റെ? അതെ. അയ്യോ, രാജീവൻ സാറിന്റെ മോള് ഹിമക്കൊച്ചി. എടാ ഹിമക്കൊച്ചി. ഹിമക്കൊച്ചി മനസ്സിലായില്ലേ കേട്ടോ? മോക്കെന്നെ മനസ്സിലായില്ലേ? സനിച്ചേട്ടൻ മോളെ എന്തോരം പണ്ട് ഞാൻ എടുത്ത് നടന്നിട്ടുള്ളതാ, എന്തോരം കല്ല് പെറുക്കി എന്നെ എറിഞ്ഞിട്ടുള്ളതാ. ഇതൊക്കെ മറന്നുപോയോ? ഇവരൊക്കെ ഏതാ? ഇവിടെ കുറെ കാലമായിട്ട് താമസക്കാരില്ലല്ലോ, അതുകൊണ്ട് വാടക കൊടുത്തു. അഡ്ജസ്റ്റ്മെന്റ്. ഇവരൊക്കെ പറഞ്ഞു വിട്ടേക്ക്. എങ്ങനെ ശരിയാ കേൾക്കത്തില്ലേ? പോയിട്ട് സനിയുടെ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങൾ കയറി പോകും. വെയില് വന്നോളൂ. അവരുടെ ആരും വിട്ടേക്ക്, നമുക്ക് കുറച്ച് മാറി സംസാരിക്കാം. എന്റെ പൊന്നു സനി മാമ, ഈ ബാഗ് ഒന്ന് വെച്ചോ. വെച്ചിട്ട് വാ. ചേട്ടാ, ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. മോളെ, അവന്മാർക്ക് പോവാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും. പാവം പിള്ളേർ, നിങ്ങളെ കുറച്ച് സാവകാശം എനിക്ക് തന്നാൽ ഞാൻ തന്നെ മാറ്റിത്തരാം. എടാ, നമ്മളിങ്ങനെ ഇവരുടെ കൂടെ നിൽക്കാം. നോക്കിട്ട് പറയാം. അല്ല മോളത്തെ പെട്ടെന്ന് ഇങ്ങോട്ട്? ചേട്ടച്ചനൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളിവിടെ കുറച്ച് ദിവസത്തേക്ക് കാണും.
വീട്ടിലൊന്നും അതത്ര അറിയില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇനി ചേട്ടനായിട്ട് അത് പോയിട്ട് പറയരുത്. പിന്നെ ഇവരെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി തരണം. അയ്യോ മോളെ, അതാണ് പ്രശ്നം. ഇവരെ ഇവിടുന്ന് മാറ്റുമ്പോ അത് ചേട്ടച്ചൻ അറിയും. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചേട്ടൻ എന്തേ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ അതല്ല മോളെ, ഞാൻ എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു. ഓക്കെ, അവരിവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം വല്യച്ഛൻ അറിയാൻ പാടില്ല. ആ കാര്യം ഞാൻ ഏറ്റു. ഇതൊക്കെ ആരാ? ഫ്രണ്ട്സാ? അതെ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇത് എന്റെ ഫ്രണ്ടിൽ എത്തി. ഇത് ഗായത്രി. ഓക്കെ, ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റു. നിങ്ങൾ എന്തായാലും പോയി റെസ്റ്റ് എടുക്കും. പിന്നെ മക്കളെ, ഞാൻ ഇറങ്ങണേ. സനേട്ടാ, സനേട്ടാ, ഇവളൊക്കെ ഏതാ? ഇതെന്താ സംഭവം? എടാ, അവള് പറഞ്ഞു കേട്ടില്ലേ, ഇത് അവളുടെ തറവാടാ. അല്ല, അവരത് പറ്റിക്കാൻ പറഞ്ഞല്ലേ? എടാ, അത് രാജീവൻ സാറിന്റെ മോളാ. അതിനാരാ ഈ രാജീവൻ സാറ്? എടാ, അങ്ങനെ ചേട്ടച്ചന്റെ ചേട്ടത്തിന. എടാ, അത് ചേട്ടച്ചന്റെ അനിയന്റെ മോളും ഫ്രണ്ട്സും ആണ്. ആണോ? ആ അതെ. ഇവരെല്ലാം കൂടി ഇതിന് ഇങ്ങോട്ടേക്ക് വന്നിനി. അല്ലേട്ടാ, അവരപ്പോ കുറെ നാൾ ഇവിടെ ഉണ്ടാവുക? ഒന്നും അറിയില്ല. ദയവ് ഇതൊരു പ്രശ്നത്തിന് പോകരുത്. എന്റെ മണ്ണിൽ കഞ്ഞി ഇടരുത്. ആ അതന്നെ, നിനക്ക് മനസ്സിലായല്ലോ. ലേട്ടാ, നമ്മളിങ്ങനെ ഇവരോടെ പോകും. എടാ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങളായിട്ട് പുതിയൊന്നും ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ചേട്ടാ, എന്നാലും ഞങ്ങൾ എങ്ങനെ അവരായിട്ട്? മക്കളെ, അവരെന്തായാലും മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മാറിക്കോ. എവിടെയാണെങ്കിലും കൃത്യമായിട്ട് വാടക കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓക്കെയാണ്. മോനെ ജീവ, നിന്നെ ഇപ്പോഴാണ് ജീവൻ വെച്ച് കണ്ടത്. ഇവന്റെ പേര് പ്രത്യേക കണ്ടു വേണേ. ആ കാര്യം ഞാൻ ഏറ്റു. ആരോട് പറ. ശരിയെന്നാ. ഇനി വാ, ഒരു കാര്യം പറയാം. എല്ലാവരും കൂടെയാ തുടക്കത്തില് കയറി അങ്ങ് കമ്പനി അടിക്കണ്ട. ജീവ കേൾക്കുന്നുണ്ടോ നീ? ഇതെന്തോന്ന് ഇത്? അവര് വന്ന് കേറിയല്ലേ ഉള്ളൂ. നാളെ ആവട്ടെ. ആ, ഇത് തന്നെയാ പറഞ്ഞേ. ഇപ്പഴേ കയറി മിണ്ടല്ലേ പ്ലീസ്. അതൊക്കെ വിട്, സമയം കുറയില്ലേ. നമുക്ക് ഈ ഭക്ഷണം കഴിച്ചാലോ? എന്റെ പൊന്നെ, എനിക്ക് വിശന്നിട്ട് വയറിന് എരിവായിട്ട് പോവാ. നമുക്ക് ബാബുനാടല്ലായിരിക്കും. എടാ, നീ ഒന്ന് മിണ്ടാണ്ട് കുറെ നേരം ബാബോട്ടെ. ഞാൻ അവിടെ തന്നെ പോയി. നീ എന്നാ നിനക്ക് വേണ്ടേ? എനിക്കിപ്പോ വിശപ്പന്നല്ലേ? അത് പറ. എടാ, ഇവിടെ ഒച്ചടക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇവിടെ ഇല്ലേ? രാവിലെ തോന്നില്ലേ? അതിന്റെ ക്ഷീണമുണ്ടോ? വാ. എടാ, നമുക്കൊന്ന് പോയി നോക്കാം. പാവല്ലേ അവര്. വാടാ, അവനെ വിളിച്ചോ. ബാ ബാ ബാ. നമുക്കൊരു വട്ടം മണിയെടുത്ത് കൊതിച്ചേ. എന്നിട്ട് വെച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. ആ, മതി മതി. അയ്യോ, എന്താ ഫോൺ പറഞ്ഞോ? എന്നാ എടാ, നമ്മൾ അവർക്കൊന്നും വാങ്ങിയില്ലല്ലോ. അവര് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അയ്യോടാ, വന്ന് കേറിയില്ല, അതിന് മുമ്പ് തുടങ്ങി അവന്റെ കേറിങ്ങി. നമുക്ക് കടല വാങ്ങായിരുന്നല്ലേ? സെന്റിന് 45 വായി ഇങ്ങോട്ട്. ആ, അവിടെ കടല വാങ്ങാൻ പോയിട്ട്. വീട്ടിൽ നിന്ന് ഭയങ്കര സൗണ്ട് വന്നേ.